ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു തണ്ണിമത്തൻ സോർബറ്റ് ഉണ്ടാക്കി നോക്കിയാലോ. അത് സോർബറ്റ് എന്നൊക്കെ പറയണമെങ്കിലും നമ്മളിത് ഐസ്ക്രീം ഒരു ടെക്സ്ചറിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം ഇതിന് വേണ്ടത് തണ്ണിമത്തനാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ആവശ്യമുള്ള എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം അത്രയും ആവശ്യമായിട്ടുള്ള തണ്ണിമത്തൻ എടുക്കാം. എടുത്തിട്ട് അതിൻ്റെ തൊലിയും അതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ട് വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. അതാണ് ആദ്യം വേണ്ടത്, അതാദ്യം ചെയ്യണം. അപ്പോൾ അത് നമുക്ക് ഇത്രയും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് എടുക്കേണ്ടത്. ഇതിനി ഇന്നത്തേക്ക് ഒന്നും ചെയ്യേണ്ട, നമ്മൾ അതിനെ ഒന്ന് അടച്ച് നമുക്ക് ഫ്രീസറിലോട്ടൊന്ന് വെക്കണം. വെച്ച് ഇത് ഒരു 12 മണിക്കൂറെങ്കിലും ഇത് ഇരിക്കണം. എത്രത്തോളം ഇരിക്കുമോ അത്രയും നല്ലത്. ഒരു ഓവർനൈറ്റായിട്ട് വെക്കണം. വെച്ച് പിറ്റേ ദിവസം രാവിലെ ഞാനിത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മളെ പാറ കഷ്ണങ്ങൾ കൽക്കണ്ടൊക്കെ ഇരിക്കും പോലെ ഇരിക്കും. ഈ രീതിയിലാണ് വേണ്ടത്. ഇതിനെ നമ്മൾ ഒരു വളരെ ഒന്ന് സൂക്ഷിച്ച് ഇതിനെ ഒരു ചെറിയ കത്തി കൊണ്ട് കുത്തി ഒന്ന് ഈ കഷ്ണങ്ങളെ എടുത്ത് ഒന്ന് ഓരോന്നായിട്ട് എടുത്ത് നമ്മുടെ മിക്സി ജാറിലോട്ടിട്ട് ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ക്രഷ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു നാരങ്ങ അതുകൂടെ ഒന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ഇട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് അരയ്ക്കണം. ഇനി നന്നായിട്ട് അരയ്ക്കുകയാണ് വേണ്ടത്. ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് പൊടിഞ്ഞ് നല്ല രീതിക്ക് ഒന്ന് അരച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സോർബറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിക്കാണ് വേണ്ടത്. ഇതിന് നമുക്കൊരു പാത്രത്തിലൊക്കെ ഇട്ട് മാറ്റി ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കാണുക, ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.